السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا من يرى ما في الضمير ويسمع أنت المعد لكل ما يتوقع. يا من يرجى للشدائد كلها يا من إليه المشتكى والمفزع. ومن الذي يدعو وأهتف باسمه إن كان فضلك عن فقيرك يمنع. حاشا لمجدك أن تقنط عاصيا والفضل أجزل والمواهب أوسع. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ പെടുകയും ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ പിന്തുടരുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നും അതില്ലാത്തവൻ വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതേയല്ല തീർച്ച, അതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറെ സ്നേഹിച്ചവരായിരുന്നു. അവിടുത്തോട് മഹബ്ബത്ത് കാത്തു സൂക്ഷിച്ചവരായിരുന്നു. എന്നാൽ അവരുടെയൊന്നും ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ജന്മദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായം അവരുടെ ജീവിതത്തിലില്ലായിരുന്നു. ഇത്യാദി കാര്യങ്ങൾ നാം ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് ഖുതുബയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ പ്രശംസിക്കുന്നേയുള്ളൂ, അവിടുത്തെ മദ്ഹുകൾ പറയുന്നേയുള്ളൂ.
അതല്ലാതെ യാതൊരു രൂപത്തിലുള്ള തെറ്റുകളും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് നല്ലൊരു വിഭാഗം ആളുകൾ വാദിക്കുകയും അങ്ങനെ ചെയ്യാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹുബ്ബോ മഹബ്ബത്തോ ഇല്ലെന്നും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഇകഴ്ത്തുന്നവരും നിന്ദിക്കുന്നവരും പുച്ഛിക്കുന്നവരും അവിടുത്തോട് വെറുപ്പ് കാണിക്കുന്നവരുമാണ് നിങ്ങൾ എന്നുപോലും പറയാൻ മടി കാണിക്കാത്ത അത്രമാത്രം വലിയ ദുഷ്പ്രചരണങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകിച്ചും മറ്റവസരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് ഈമാനിന്റെ ഭാഗമാണെന്ന് നാം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അവിടുത്തോട് ഹുബ്ബ് വേണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയുകയാണ് നിങ്ങൾ മദ്ഹ് പറയാത്തവരാണ്. ഞങ്ങൾ അവിടുത്തെ ധാരാളമായി പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്, നിങ്ങൾക്ക് അതിനോട് പുച്ഛമാണ്, നിങ്ങൾ അത് ചെയ്യാത്തവരാണ് എന്നുള്ള ആരോപണം ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കാതെ നാം മനസ്സിലാക്കുക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയുക എന്നുള്ളതിൽ ഇവിടെ ആർക്കും എതിരില്ല. മാത്രമല്ല അവിടുത്തെ മദ്ഹുകളാണ് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹുകളാണ് നാം ഓരോ ദിവസവും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊരു നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യുകയാണ്. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിലൂടെ നാം നബി തിരുമേനിയെ പ്രശംസിക്കുകയാണ്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏത് പ്രശ്നത്തിലും എനിക്ക് വലുത് എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ എന്നോട് ബാപ്പ കൽപ്പിച്ചാലും ഉമ്മ കൽപ്പിച്ചാലും ആര് കൽപ്പിച്ചാലും ലോകം മുഴുവൻ കൽപ്പിച്ചാലും ഞാനതിന് തയ്യാറാവില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നിരന്തരം നാം മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിലൂടെ, എല്ലാത്തിലൂടെയും. മാത്രമല്ല ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളെ പിന്തുടരണം എന്ന് പറയുമ്പോൾ പിന്തുടരപ്പെടാൻ തെറ്റുപറ്റാത്ത ഏക വ്യക്തിത്വം ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേയുള്ളൂ എന്നതും പ്രശംസയല്ലേ? ആ ഒരു സ്ഥാനം ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്നത് അവിടുത്തേക്കുള്ള പ്രശംസയല്ലേ? മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യന്മാരുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. അതേ അവസരത്തിൽ ഇല്ലാ സാഹിബു ഹാദൽ ഖബരി, മദീനയിലേക്ക് ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണ്, ഏതൊരു ആളുകളുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും.